മനുഷ്യൻ പെറ്റ ദൈവം മനുഷ്യനെ പോലെ തന്നെയായിരുന്നു. രൂപത്തിലും ഭാവത്തിലും മാത്രമല്ല, സ്നേഹത്തിലും ദേഷ്യത്തിലും കാമത്തിലും മറ്റു ദൈവങ്ങളോടുള്ള മത്സരബുദ്ധിയിലും മനുഷ്യനെ പോലെ തന്നെയായിരുന്നു ദൈവം. പ്രകൃതി മനുഷ്യന് നൽകിയ കായ്കനികളെ മാറ്റി നിർത്തി അവൻ കൃഷി ചെയ്യാൻ തുടങ്ങി. മനുഷ്യന്റെ നാഗരികതയുടെ തുടക്കമായിരുന്നു അത്. അത് പിന്നീട് ചെറു നാടുകളായി, രാജ്യങ്ങളായി. ശക്തിയും പ്രശസ്തിയുമുള്ള രാജ്യങ്ങളിലെ ദൈവങ്ങൾക്ക് ശക്തിയും പ്രശസ്തിയും കൂടിക്കൂടി വന്നു. രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങി. അവിടെയുള്ള വിജയവും പരാജയവും ദൈവത്തിന്റെ വിജയവും പരാജയവുമായി മാറി. പിന്നീട് രാജ്യങ്ങൾ യുദ്ധം ചെയ്തത് ദൈവങ്ങൾക്ക് വേണ്ടിയായിരുന്നു. മതങ്ങളുടെയും ദൈവങ്ങളുടെയും യഥാർത്ഥ ചരിത്രം ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. മതഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും പറയുന്ന കഥകളിലാണ് എല്ലാവർക്കും താല്പര്യം. അത്തരം കഥകളിൽ പറയുന്ന ദൈവങ്ങളാണ് ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്നവർ വിശ്വസിക്കുന്നു. ഇന്ന് നിലവിലുള്ള പല മതങ്ങളിലെയും ദൈവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവം ഏതാണ് എന്ന് പറഞ്ഞാൽ അവർ നിരത്തുന്നത് ദൈവങ്ങൾ പറഞ്ഞ യുക്തിയെക്കുറിച്ചാണ്. അതായത് അവർ തന്നെ പറയുന്നു ഏറ്റവും യുക്തി പറഞ്ഞിട്ടുള്ള ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് നിലവിലുള്ള എല്ലാ മതങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായ മതം ഏതാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള അടിസ്ഥാനം യുക്തിയാണ് എന്നവർ പറയാതെ പറയുകയല്ലേ.